ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് ഒരു കണക്ക് പറയുകയാണ്, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, അതായത് ആ പരിപാടി ഏറ്റെടുത്ത് നടത്തിയ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മറ്റൊരു കണക്ക് പറയുന്നു. ഈ കണക്കുകൾ തമ്മിൽ ഒരു പൊരുത്തം വരുന്നില്ല. ഒരുപാട് കാശ് ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട് എന്നാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പറയുന്നത്. പക്ഷേ ദേവസ്വം ബോർഡ് അത് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല എന്ന് അവരും പറയുന്നു. അപ്പോൾ ഈ തർക്കം എവിടെ എത്തുമെന്നാണ് നമ്മൾക്കിനി അറിയാനുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് ചേരാനിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ചർച്ചയ്ക്കെടുത്തേക്കും. സംഗമം നടത്തിയതിന്റെ മുഴുവൻ പണവും വേണം എന്ന നിലപാടിൽ തന്നെയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. എന്നാൽ കൂടുതൽ തുക നൽകില്ല എന്ന തീരുമാനത്തിലാണ് ദേവസ്വം ബോർഡ്. വിജിൻ വായാന്തോട് ചേരുന്നുണ്ട്. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിൻഷ. ഈ കണക്കുകൾ ഏതായാലും പ്രത്യേക അജണ്ട, ചർച്ചയ്ക്കുള്ള അജണ്ടയായി വെച്ചിട്ടില്ല. പക്ഷേ ആ ചർച്ചയിൽ ആ ചോദ്യങ്ങൾ ഉയർന്നു വരും എന്നുള്ള കാര്യം സ്വാഭാവികമാണ്. ഏത് രീതിയിലായിരിക്കും ദേവസ്വം ബോർഡ് ആ കണക്കുകൾ വെക്കാൻ പോകുന്നത്? ULCCയുടെ നിലപാടെന്തായിരിക്കും? വിൻഷ, ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം അത് റൊട്ടീനായി ചേരുന്ന യോഗമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുമായി ബന്ധപ്പെട്ട ആ ഒരു അജണ്ട അത് ഉൾപ്പെടുത്താതിരുന്നതിന് കാരണം അതാണ്. പക്ഷേ സ്വാഭാവികമായി വിൻഷ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലാണ് ദേവസ്വം ബോർഡ് നിൽക്കുന്നത്. കാരണം ആഗോള അയ്യപ്പ സംഗമം നടത്തി അതിന്റെ തുക എവിടെയും വകയിരുത്തി തീർപ്പാക്കാൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാനമായുള്ള പ്രതിസന്ധി. അത് തന്നെ നേരത്തെ കെ ജയകുമാർ IAS ഉൾപ്പെടെയുള്ളവർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും നിലവിൽ 7.11 കോടി രൂപയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കീഴിലെ IIIC ആണ് ഈ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പായി പരിപാടി നടത്തിയത്. അവർക്ക് 7.11 കോടി രൂപ ലഭിക്കണം. അതാണ് ചെലവായി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ 4.99 കോടി രൂപ മാത്രമേ ചെലവായിട്ടുള്ളൂ. അത് മാത്രമാണ് തങ്ങൾക്ക് നൽകാൻ കഴിയുക എന്നുള്ള നിലപാടാണ് നിലവിൽ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റിയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡും തമ്മിലുള്ള തർക്കം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ തുക കണ്ടെത്താൻ എന്തായാലും കഴിഞ്ഞിട്ടില്ല. ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത് അതിനപ്പുറം, അതായത് അവർ നൽകിയിട്ടുള്ള 4.99 എന്ന് പറയുന്ന ആ തുകയ്ക്ക് അപ്പുറം മറ്റൊരു തുക നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. അഡ്വാൻസായ നിലവിൽ 3 കോടി രൂപ നൽകിയിട്ടുണ്ട്. അതിനപ്പുറം 1.4 കോടി രൂപയെങ്കിലും ലഭിക്കണം എന്നുള്ളതാണ് ഊരാളുങ്കൽ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. ഇതാണ് വലിയ പ്രതിസന്ധിയാക്കുന്നത്. സർക്കാർ ഇതുവരെയും പക്ഷേ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ സർക്കാരിന്റെ ആഭിമുഖ്യത്തിലാണ് ഇങ്ങനെയൊരു ആഗോള അയ്യപ്പ സംഗമത്തിലേക്കൊക്കെ പോയത്. ദേവസ്വം ബോർഡാണ് നടത്തിയതെങ്കിലും സർക്കാരിന്റെ തീരുമാന പ്രകാരമായിരുന്നു ആ പരിപാടി നടന്നത്. എന്നിട്ടും ഇങ്ങനെ ഒരു ചെലവ് കണക്കുകളിൽ വലിയ തരത്തിലുള്ള അന്തരമുണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, വിവാദങ്ങൾ ഒക്കെ നടക്കുകയും ചെയ്തിട്ടും അതിൽ സർക്കാർ നിലവിൽ ഇടപെട്ടിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത സർക്കാർ വന്നാലായിരിക്കും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമുണ്ടാകുമ്പോൾ എന്നറിയുക. എന്തായാലും ഈ തുക ലഭിച്ചേ പറ്റുള്ളൂ എന്നുള്ള നിലപാട് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കീഴിലുള്ള IIIC സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ അത് നൽകാൻ കഴിയില്ല, 4.99 തന്നെ ഉറച്ചു നിൽക്കുകയാണ് നിലവിൽ ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. ഇതും സ്പോൺസർഷിപ്പിലൂടെയൊക്കെ കണ്ടെത്തിയതാണ് എന്നുള്ള കാര്യത്തിൽ ഉള്ള വിവാദങ്ങൾ ഒരുപാട് നടന്നതാണ്. ഇത്രയും തുക ചെലവഴിച്ചതും അതിനകത്ത് അഴിമതിയുണ്ട് എന്നുള്ള തരത്തിലുള്ള വലിയ തരത്തിലുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ ഉയർന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലും പക്ഷേ ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇരുപക്ഷവും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതികരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ അംഗങ്ങളുടെയോ ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.